ഓക്കെ. നമ്മളിപ്പോൾ ഉള്ളത് ബോച്ചെ 1000 ഏക്കറിലാണുള്ളത്. ഇവിടെ നമുക്ക് വേണ്ടി കാണാൻ പറ്റും ഒരുപാട് മരങ്ങളും കാടുകളാണ്. മരങ്ങളും കാടുകളൊക്കെ ഒന്നാണല്ലോ, കാട്ടിലാണൊക്കെ മരം ഉണ്ടാവും അല്ലേ? പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര ശുദ്ധവാഴുവാ. നമുക്ക് നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ടേ ഒരു സെക്കൻഡ്, ഒരു 5 സെക്കൻഡ് ഒന്ന് മിണ്ടാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൗണ്ട് കേൾക്കാം കാടിൻ്റെ. നമ്മൾ ബ്രീത്ത് ഇങ്ങനെ വലിച്ചു പിടിക്കുക, എന്നിട്ട് സ്ലോവിൽ ഇങ്ങനെ വിടുന്ന സമയത്തില്ലേ നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക അതിന്, അത് അനുഭവിച്ചാലോ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് അനുഭവിച്ചാലേ അത് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് ബോച്ചെ 1000 ഏക്കർ. കാരണം ഇവിടെ കാണാൻ ഒരുപാടുണ്ട്. കാരണം 1000 ഏക്കർ കാണാനുണ്ട്, അതന്നെ വലിയൊരു കാര്യം. അപ്പം അടിപൊളി വൈബാണ്. പിന്നെ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ട്രക്കിങ് ചെയ്യാനായിട്ട് വേറെയും സ്പോട്ടുകളുണ്ട്. അല്ലാണ്ട് വേറെയും സ്പോട്ടുകളുണ്ട്. ഇപ്പം നമ്മൾ ജീപ്പ് സഫാരി വന്ന് അവിടുന്ന് നമ്മൾ ട്രക്ക് ചെയ്തിട്ട് പോയി വരികയാണ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നടക്കുന്ന ചെമ്പ്ര പീക്കിൻ്റെ അടിയിലാണ് നമ്മൾ നടക്കുന്നത്. ചെമ്പ്രൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചെമ്പ്ര പീക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ലവ് പീക്കൊക്കെ കാണാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ, അതായത് ലവ് ലേക്ക് കാണാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വേറെ റോഡ്, അതായത് മേപ്പാടി നമ്മൾ തിരിഞ്ഞു പോകും. ഇത് നമ്മൾ തുരങ്കപാത വരുന്ന ഏരിയ ആയിട്ട് ആ ഒരു ഏരിയയിലാണ് ഇതുള്ളത്. വയനാട്ടിലെ തുരങ്കപാത വയനാട്ടിൽ തുരങ്കപാത വേറെ ഇല്ല, ഭൂമിൻ്റെ അടിയിലൂടെ ഉണ്ട്. നമ്മൾ ടിപ്പു ഉണ്ടാക്കിയിട്ട ഒരുപാട് വഴികളുണ്ട്. അത് പല സെക്ഷനായിട്ടുള്ളത്. 7 പോകും തോറും 7 ഇതായിട്ട് പോയിട്ട് അങ്ങനെയൊക്കെ കണക്കുകളുള്ള, അതിൻ്റെ ഹിസ്റ്ററിക്കലായിട്ട് പറഞ്ഞു വരുമ്പം അടിയിലൂടെ പോയിട്ട് ഇതിപ്പം വഴികളാണെങ്കിൽ 7 വഴികളായിട്ട് കൂട്ടിമുട്ടും. ആ വഴി ടിപ്പുവിന് മാത്രം അറിയുള്ളൂ എന്നൊക്കെയുള്ളൊരു കൺസെപ്റ്റ് അങ്ങനെ ഉണ്ട്. ചെറുപ്പമുള്ളതാവാം, അല്ലെങ്കിൽ ഉപ്പടിക്കുന്നതാവാം, എന്താവാം. എലിഫന്റിന്റെ ചാണകം കാണിക്കണ്ട, തീർച്ചയായും. ജിജാസിനെ കുറിച്ച്, ജിജാസ് ഇവിടെ വന്നതിന് ശേഷം ജിജാസിനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ജിജാസ്? ഗുഡ് എക്സ്പീരിയൻസ്. അതായത് നമുക്ക് വളരെ വളരെ നേച്ചറായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ തോന്നുന്നത്. നമ്മൾ നമ്മുടെ ഒരു ഇത് തന്നെ മാറിപ്പോകാൻ നമുക്ക് ഫുൾ നമുക്ക് ഫ്രസ്ട്രേഷൻ, നേച്ചറായിട്ടൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ നമുക്ക് അത് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. വളരെ ഒരു ഫീൽ ഗുഡ്. നമ്മൾ എന്താ പറയുക, അതായത് ജിജാസ് പറയുന്നത് ഇത്രയാണ്: നമ്മൾ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണോ വീട്ടിൽ, നീ കാണുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബോച്ചെ 1000 ഏക്കറിൽ വരിക. ഇവിടുന്ന് പോണതിന് മുമ്പ് നിങ്ങൾ ഡിപ്രഷൻ മാറും ഓട്ടോമാറ്റിക്കലി. അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉറപ്പ്, അല്ലേ ജിജാസ്? തീർച്ചയായും. ജിജാസിന് അങ്ങനെ ഡിപ്രഷൻ അല്ല, ഒരു ഇല്ലില്ല, എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ അവിടെ വന്നിട്ട്? ഇവിടെ നമുക്ക് ഈ 1000 ഏക്കർ നമ്മൾ കറങ്ങി കാണുമ്പോഴത്തേക്കും നമുക്കൊരു നമ്മുടെ വൈബ് തന്നെ മാറും. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ഒന്ന് നമ്മൾ ജീവിതത്തിൽ ട്രൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ തന്നെ. ഇവിടെ ബാക്കിയുള്ള ആളുകളോടെ ഉണ്ട്. ബാക്കിയുള്ള ആളുകളിവിടെ കുറച്ച് പേര് വെള്ളം കുടിക്കുന്നുണ്ട്. അവിടെ നേച്ചർ വാട്ടർ, മിനറൽ വാട്ടർ. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ഒരു ഡ്രൈവർ കക്ക. ഇത് അടുത്ത ആള്. എന്താണ് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്? ഇവിടെ ട്രക്കിങ് വരുന്നുണ്ടല്ലോ, അല്ല സോറി, ജീപ്പ് സഫാരിക്ക് ഡെയിലി ഗസ്റ്റിനോട് കയറുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഇവിടെയാണ് മെയിനായിട്ട് ഇപ്പം വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ വരുമ്പോൾ? എന്തെങ്കിലും തള്ളി പറിക്ക് നിങ്ങളോടാണോ ചോദിച്ചേ? പറയും എന്തേലും പറയും. അടിപൊളിയാണ്, ഉഷാറാണ്. അല്ല എന്തൊരു